ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തി മുളകും പുളിയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കുബൂസ് കഴിക്കാൻ വേണ്ടി നമുക്ക് മത്തി എന്ന് പറയുന്നത് ചാള ബോട്ടിലുള്ളതാണ് കേട്ടോ. പാഴ്സലാണ് ബോട്ടിൽ. അപ്പോൾ നമുക്കത് റെഡിയാക്കണം. അതിലേക്ക് വേണ്ടിയുള്ള പണിയാണ് കേട്ടോ. കുറച്ച് പുളി വേണം, ഒലിവ് ഓയിൽ വേണം, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, തക്കാളി പേസ്റ്റ്, പിന്നെ മത്തി ബോട്ടിൽ. അപ്പോൾ നമുക്ക് ആദ്യം മത്തി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്കൊന്ന് തട്ടാം. ഇത് ഓൾറെഡി സോസ് മുളകൊക്കെ ഇട്ടതാണ് കേട്ടോ. ഒന്നും കൂടെ കറിയാക്കാന്നുള്ള ഇതിൽ ഞാൻ റെഡിയാക്കുന്നതാണ്. ചാള ഓൾറെഡി ബോട്ടിലാക്കിയതാണ് കേട്ടോ. എത്ര ദിവസമാണെങ്കിലും ഇരിക്കും, നാട്ടിലെ പോലെയല്ല. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ നേരത്തെ വാട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞ് അതിൽ കൂടെ വാട്ടുന്നുണ്ട് കേട്ടോ. ഉപ്പ് കഴിക്കാൻ വേണ്ടി ബോട്ടിൽ മത്തി വാങ്ങിച്ചാണ്, അത് റെഡിയാക്കണം. മുളകും പുളിയും. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മീൻ മസാല, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തക്കാളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുകയാണ്. തന്നെ നല്ല വൃത്തി ലൈനായതിന് ശേഷം നമ്മൾ തട്ടി വെച്ചിരിക്കുന്ന ആ മത്തി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചാൽ അതുകൂടെ ഒഴിക്കുന്നുണ്ട്. ഒന്ന് കുഴമ്പ് രൂപത്തിലാവട്ടെ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മസാല, നമ്മളെ മത്തിയിൽ കുറച്ച് മസാല ഉപ്പൊക്കെ ഉണ്ട്, നമുക്ക് നോക്കിയിടുള്ളൂ. നമുക്ക് ആ മസാല ഇട്ട് കൊടുക്കാം. മത്തി നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഇവിടുത്തെ മത്തി എന്ന് പറഞ്ഞാൽ ഓൾറെഡി മസാല ഒക്കെ ഇട്ട് ബോട്ടിൽ വെച്ചതാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് മസാല ആക്കി ഒന്ന് സെറ്റാക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് പ്രവാസിയുടെ മത്തി മുളകും കറി.